ഗാന്ധിവധത്തിൽ ഹിന്ദു മഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയും വിമർശിച്ച എഴുത്തുകാരി കെ.ആർ. മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവാദം പുകയുന്നു. സാംസ്കാരിക പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും മീരയ്ക്കെതിരെ രംഗത്തെത്തി. പോസ്റ്റിനെ ചൊല്ലി സമൂഹമാധ്യമത്തിൽ കെ.ആർ. മീരയും ബെന്യാമിനും വാക്പോര് തുടരുകയാണ്. ഗാന്ധി ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ മീററ്റിൽ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചുവെന്ന പത്രവാർത്ത പങ്കുവച്ചുകൊണ്ടായിരുന്നു കെ.ആർ. മീരയുടെ വിമർശനം. തുടച്ചുനീക്കാൻ കോൺഗ്രസുകാർ 10-75 കൊല്ലമായി ശ്രമിക്കുന്നു, കഴിഞ്ഞിട്ടില്ല, പിന്നെയാണ് ഹിന്ദു മഹാസഭ. ഇതായിരുന്നു കെ.ആർ. മീരയുടെ പോസ്റ്റ്. പിന്നാലെ മീരയെ രൂക്ഷമായി വിമർശിച്ച് ബെന്യാമിൻ രംഗത്തെത്തി. രാഷ്ട്രീയക്കാരുടെ അപ്പക്കഷ്ണത്തിന് വേണ്ടിയാണ് ബെന്യാമിന്റെ വിമർശനമെന്നായിരുന്നു ഇതോടുള്ള കെ.ആർ. മീരയുടെ മറുപടി. എല്ലാവരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഏതെങ്കിലും അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയാണെന്ന തെറ്റിദ്ധാരണയാകാം കെ.ആർ. മീരയ്ക്കെന്ന് ബെന്യാമിൻ തിരിച്ചടിച്ചു. ഇതുപോലുള്ള എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വെറും അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ ഒരു തെറ്റായ ധാരണ മീരയുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയല്ല. കെ.ആർ. മീരയുടെ നിലപാട് ശരിയല്ലെന്ന് നോവലിസ്റ്റ് UK കുമാരൻ പറഞ്ഞു. മീര പറഞ്ഞത് പ്രധാനമായിട്ടും കോൺഗ്രസുകാർ ഇതുവരെ ഗാന്ധിജിയുടെ മഹത്വം തിരിച്ചറിഞ്ഞില്ല. അത് ശരിയല്ലത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഘ നിലപാടുമായിട്ട് ഒരു നിലപാട് ചേർന്ന് പോവുകയാണ്. കോൺഗ്രസിന്റെ ആരാചാരാവാൻ മീര ശ്രമിക്കേണ്ടെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ പ്രതികരണം. പ്രമുഖയായ കവയത്രിക്ക് ചിത്തഭ്രമം ബാധിച്ചോ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. സംഘപരിവാറിന്റെയും കെ.ആർ. മീരയുടെയും ശബ്ദം ഒന്നാണ് എന്നുള്ളത് തെളിയുകയാണ്. കോൺഗ്രസിന്റെ ആരാച്ചാറാകാൻ കെ.ആർ. മീര ഇവിടെ ഒരുങ്ങണ്ട എന്ന് പറയാൻ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. മീരയുടെ കുറിപ്പ് ക്രൂരവും വസ്തുതാവിരുദ്ധവുമാണെന്ന് എഴുത്തുകാരി സുധാ മേനോൻ വിമർശിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റ് ഗോഡ്സെയിസ്റ്റുകൾക്കുള്ള പാൽപായസമാണെന്ന് CP ജോൺ മീരയുടെ പോസ്റ്റിൽ മറുപടിയിട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.